നിങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്താണ്? ഓണത്തിന് നമ്മൾ പ്രധാനമായിട്ടും വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ടാണ്. റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ച് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്യുന്നത്. സദ്യയിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്താണ്? അവിയൽ. സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി എന്ന് പറയുന്നത് അവിയലാണ്. ഓണസദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം പായസമാണ്. കാരണം പായസം എപ്പോഴും എൻ്റെ സ്വഭാവം പോലെ തന്നെ സ്വീറ്റായിരിക്കും. പച്ചടി കിച്ചടി അതുപോലത്തെ കറികളാണ്. കാരണം കോമൺലി അങ്ങനെ കറികൾ യൂസ് ചെയ്യാറില്ല. ഓണത്തിന് മാത്രമാണ് പൊതുവെ യൂസ് ചെയ്യാറ്. ഓണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓർമ്മ. എൻ്റെ വീടിൻ്റെ അടുത്ത് കുറേ കുട്ടികളുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫ്ലവേഴ്സ് കളക്ട് ചെയ്യാൻ പോകും മറ്റു വീടിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് ഡിവൈഡ് ചെയ്തിട്ട് പൂക്കളിടും. പൂക്കളിട്ടതിന് ശേഷം ഏതാ ബെസ്റ്റ് പൂക്കളെന്ന് നോക്കാൻ പോകും. ഞങ്ങൾ പാരൻസിനെ വിളിച്ചിട്ട് പറയും ഇതിലേറ്റവും ബെസ്റ്റ് പൂക്കൾ ഏതാ പറയും. എന്നിട്ട് ബെസ്റ്റ് പൂക്കൾ തന്നെ ഞങ്ങൾ കുഞ്ഞൊരു സർപ്രൈസ് ലൈക്ക് ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും മിഠായി അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കും. അതാണ് എൻ്റെ ബെസ്റ്റ് മെമ്മറി. ഓണക്കാലവുമായി ബന്ധപ്പെട്ട ഗെയിംസ് എന്തൊക്കെയാണ്? നാട്ടിൽ നമ്മൾ ഒരുപാട് ഗെയിംസും ആക്ടിവിറ്റീസും ചെയ്യാറുണ്ട്. വടംവലി, ഉറിയടി, കൈകൊട്ടിക്കളി. ഓണക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ കണ്ടക്ട് ചെയ്യുന്ന ഗെയിംസ് എന്ന് പറയുന്നത് വടംവലി, ഉറിയടി, ഓണത്തല്ല്, തലപ്പന്ത് കളി ഇതൊക്കെയാണ്. പിന്നെ ചില പ്രത്യേക ഏരിയാസിൽ പുലിക്കളി കാണാനൊക്കെ പോകാറുണ്ട്. വള്ളം കളി അതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. കളിക്കാറുള്ളത് ഓണത്തല്ല്, അത് തലോണത്തല്ല് കളിക്കാറുണ്ട്. പിന്നെ വടംവലി കളിക്കും. പിന്നെ ഒരു കളിയുണ്ട് ഉറിയടി കളി. ഇത് മൂന്നാം കളിക്കാറുള്ളത് ഓണത്തിന് മെയിനായിട്ട്. ഓണത്തിന്റെ ഏറ്റവും അർത്ഥവത്തായ ഒരു ഘടകം എന്താണ്? ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സമയമാണ്. ഫ്രണ്ട്സും ഫാമിലിയും പലരും പല സ്ഥലത്തായിരിക്കും ജോലി ചെയ്യുന്നത്, ദൂരെ ആയിരിക്കും. അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് എല്ലാവരും ഒത്തുകൂടുന്നു. വളരെ സന്തോഷവും മെമ്മറബിളും ആയിട്ടുള്ള സമയമാണ് ഓണം. സന്തോഷം, ഒത്തുചേരൽ, സദ്യ. മഹാബലിയുടെ ഓണ സന്ദർശനത്തെക്കുറിച്ചുള്ള ഒരു കഥയോ പുരാണമോ പങ്കിടാമോ? ലെജൻഡ് ഓഫ് മഹാബലി എന്ന് പറയുമ്പോൾ വലിയൊരു കഥയാണ്. ചെറുതായിട്ട് പറയുവാണെങ്കിൽ മഹാബലി ഒരു അസുര രാജാവായിരുന്നു. ഒരു ലോർഡ് വിഷ്ണുവിൻ്റെ ഡിവോട്ടി കൂടിയായിരുന്നു. അങ്ങനെ വളരെ പ്രോസ്പെറസ് ആയി ബെനവലൻ്റായി മാവേലി നാട് വാണിടുന്ന കാലത്താണ് മറ്റു ദൈവങ്ങൾക്ക് മഹാബലിയോട് ഒരു അസൂയ തോന്നുന്നത്. അദ്ദേഹം തൻ്റെ എംപയറൊക്കെ എക്സ്പാൻഡ് ചെയ്ത് നല്ല രീതിയിൽ ഭരിക്കുന്ന കണ്ടപ്പോൾ ദൈവങ്ങൾക്ക് അസൂയ തോന്നുകയും അങ്ങനെ മഹാബലിയെ വീണ്ടും ആ പദവിയിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരാനുള്ളൊരു കോൺസ്പിറസി നടക്കുകയും അങ്ങനെ ലോർഡ് വിഷ്ണു വാമനൻ്റെ രൂപത്തിൽ വന്ന് 3 അടി മണ്ണ് ചോദിക്കുകയും മഹാബലി ഭരിച്ചിരുന്ന സകല സാമ്രാജ്യവും മഹാബലിക്ക് നഷ്ടപ്പെടുകയും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് സംഭവിക്കുക. അതാണ് ഈ ഓണത്തിൽ മഹാബലി വരുന്നതിൻ്റെ ഒരു ലെജൻഡ് ഞങ്ങളിന്നും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് മറ്റ് വള്ളംകളിയും എല്ലാം ഓണത്തിനോട് ബന്ധപ്പെട്ട് മറ്റ് സ്പോർട്ടായി ഒക്കെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ കുടുംബത്തോടും കൂട്ടുകാരോടും കൂടിയുള്ള രസകരമായ ഒരു ഓണം ഓർമ്മ എന്താണ്? ഏറ്റവും മെമ്മറബിൾ പറഞ്ഞാൽ ലാസ്റ്റ് ഇയർത്തെ ഓണമായിരുന്നു. ലാസ്റ്റ് ഇയർ ഞങ്ങൾ കസിൻസ് എല്ലാവരും പുറത്തൊക്കെ പോയി കുറേ ഗെയിംസ് ഒക്കെ കളിച്ചു. അത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഓണമായിരുന്നു. ഈ കൊല്ലം ഇവിടെ ഞങ്ങൾ അടിച്ചു വിളിക്കും. നിങ്ങൾ കേരളത്തിലില്ലെങ്കിൽ ഓണ ആഘോഷങ്ങളുമായി എങ്ങനെ ബന്ധം പുലർത്തും? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഞാൻ എല്ലാ പ്രാവശ്യവും ഓണം നാട്ടിൽ തന്നെയാണ് ആഘോഷിക്കാറുള്ളത്, ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും കൂടെ. ഇപ്രാവശ്യം ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഇവിടെയുള്ള ഫ്രണ്ട്സിൻ്റെയും കൊളീഗിൻ്റെയും കൂടെ ഞങ്ങളുടേതായ രീതിയിൽ കുക്ക് ചെയ്ത് സദ്യയെല്ലാം ഉണ്ടാക്കി ഓണം ആഘോഷിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വട്ടം ഓണം നാട്ടിലായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങളുടെ മാനേജർ ശ്യാം സാറിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാണ്. ഓണത്തിന് വീട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഓഫീസിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഗ്യാദർ ചെയ്ത് ഓണസദ്യയൊക്കെ ഉണ്ടാക്കി ഓണപ്പാട്ടൊക്കെ പാടി നല്ല രീതിയിൽ എൻജോയ് ചെയ്യാറുണ്ട്.